പന്തളം സർവീസ് സഹകരണ ബാങ്ക് ക്രമക്കേടിൽ തട്ടിപ്പ് സ്ഥിരീകരിച്ച് CPM ഏരിയ സെക്രട്ടറിയുടെ ശബ്ദ സന്ദേശം. ജീവനക്കാരൻ പണയാഭരണങ്ങൾ കൊണ്ടുപോകുന്നതായി CCTV ദൃശ്യങ്ങളിൽ ഉണ്ടെന്ന് ഏരിയ സെക്രട്ടറി ജ്യോതികുമാർ പറയുന്നതാണ് സന്ദേശത്തിൽ ഉള്ളത്. 70 വൻ സ്വർണ്ണാഭരണങ്ങൾ തിരിമറി നടത്തി പണമോ സ്വർണ്ണ ഉരുപ്പടിയോ ഉടൻ തിരികെ നൽകിയെന്നും ജീവനക്കാരൻ അർജുൻ പ്രമോദിനെതിരെ നടപടി ഉണ്ടാകുമെന്നും പന്തളം ഏരിയ സെക്രട്ടറി ശബ്ദ സന്ദേശത്തിൽ പറയുന്നു. സ്വർണം അവിടുന്ന് അവനെടുത്ത് അത് തിരിച്ചു കൊണ്ടുവരുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടികൾ ഇന്നലെ പൂർത്തീകരിച്ചിട്ടാണ് ഞങ്ങൾ പോകുന്നത്. തിരിച്ച പണയം വെച്ചതിന്റെ ക്യാഷോ മറ്റ് പണയപ്പണ്ടമോ വേണോ എന്നുള്ള കാര്യങ്ങൾ ഞങ്ങൾ ശക്തമായിട്ട് അവിടെ നിലപാട് സ്വീകരിച്ചു. അവരത് അവരുടെ വീട്ടുകാരത് കൊണ്ടുവന്ന് അതെല്ലാം തന്നിട്ടുണ്ട്. ശശിനാരായണൻ ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. ശശിനാരായണൻ, ഇന്നലെയൊക്കെ വലിയ പ്രക്ഷോഭം ഇതുമായി ബന്ധപ്പെട്ട് പന്തളം ബാങ്കിന്റെ മുന്നിൽ ഉണ്ടായിരുന്നു. BJP അടക്കം പ്രക്ഷോഭ രംഗത്തുണ്ട്. ഇപ്പോൾ ഈ ഭരണസമിതി തന്നെ സ്ഥിരീകരിക്കുകയാണോ ഈ ക്രമക്കേട്? രഞ്ജിത്തെ, അത് തന്നെയാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുള്ളത്. കാരണം ഈ പന്തളം സർവീസ് സഹകരണ ബാങ്കിൽ നിന്നും സ്വർണ്ണാഭരണങ്ങൾ ജീവനക്കാരന്റെ അടുത്ത് മറ്റൊരു സ്ഥാപനത്തിൽ പണയം വെച്ചതായിട്ടുള്ള ഒരു വിഷയത്തിലാണ് ഇന്നലെ BJPയുടെയും അതുപോലെ കോൺഗ്രസ് നേതൃത്വത്തിൽ വലിയൊരു പ്രതിഷേധമുണ്ടായത്. പക്ഷേ അപ്പോഴും ഭരണസമിതി പറഞ്ഞത് ഇങ്ങനൊരു തിരിമറി ബാങ്കിൽ നടന്നിട്ടില്ല, സ്വർണ്ണാഭരണങ്ങളെല്ലാം ബാങ്കിൽ തന്നെയുണ്ട്, ഇത് ആരോപണമാണ് എന്നുള്ളതാണ് ഭരണസമിതി ഇന്നലെ വ്യക്തമാക്കിയിരുന്നത്. പക്ഷേ ഇതിന് ഘടകവിരുദ്ധമായിട്ടാണ് ഇപ്പോൾ CPMന്റെ പന്തളം ഏരിയ സെക്രട്ടറി ജ്യോതികുമാർ തന്നെ ഇത് സംഭവിച്ചിരിക്കുന്നത്. ബാങ്കിൽ നിന്നും ഇത്തരത്തിൽ ജീവനക്കാരൻ സ്വർണ്ണാഭരണങ്ങൾ 70 പവൻ സ്വർണ്ണാഭരണങ്ങൾ എടുത്ത് മറ്റൊരു സ്ഥാപനത്തിൽ പണയം വെച്ചിരുന്നു. വിഷയമായതോടുകൂടി ഭരണസമിതിയുടെ നേതൃത്വത്തിൽ ചർച്ച ചെയ്യുകയും തിരിച്ച് രാത്രി തന്നെ ഈ ജീവനക്കാരനായ അർജുൻ പ്രമോദ് തന്നെ രാത്രി തിരിച്ചു സ്വർണ്ണാഭരണങ്ങൾ വെക്കുകയും ചെയ്തു. ഇത്തരത്തിലുള്ള പ്രശ്നം പരിഹരിച്ച് ഈ സമരം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ പരിഹരിച്ചിരുന്നു എന്നുള്ള കാര്യങ്ങൾ സ്ഥിരീകരിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ CPMന്റെ ഏരിയ സെക്രട്ടറിയായ ജ്യോതികുമാർ വ്യക്തമാക്കുന്നത്. എന്തായാലും വലിയൊരു ക്രമക്കേട് നടന്നിരിക്കുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ ജീവനക്കാരന് നടപടി ഉണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് ഈ ഫോൺ സന്ദേശത്തിൽ. എന്തായാലും ഇപ്പോൾ CPMന്റെ ജില്ലാ സെക്രട്ടറി ഉദയഭാനു വ്യക്തമായിരിക്കുന്നു ജീവനക്കാരനെ എതിരെ നടപടി ഉണ്ടാകുമെന്നുള്ള കാര്യം വ്യക്തമായിരിക്കും. എന്തായാലും അദ്ദേഹത്തിനെതിരെ ഈ ക്രമക്കേട് നടത്തിയതിന്റെ ഭാഗമായി ജോലിയിൽ നിന്നും പിരിച്ചുവിടാനുള്ള സാധ്യത ഉണ്ടാകുമെന്ന് കൂടി ഇപ്പോൾ ജില്ലാ സെക്രട്ടറി കൂടി വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും വലിയൊരു ക്രമക്കേട് പന്തളം സർവീസ് സഹകരണ ബാങ്കിൽ നടന്നു. അത് ഒതുക്കി തീർക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ ഈ ഫോൺ സന്ദർശനത്തിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. ഇത് CPMനും അതുപോലെ തന്നെ മറ്റ് BJP അടക്കമുള്ള ആളുകൾ CPMനെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ ശരിവെക്കുന്ന തരത്തിലേക്കാണ് ഇപ്പോൾ ഈ ഫോൺ സന്ദേശം ഉള്ളത്. സംസ്ഥാനത്ത് മറ്റൊരു സഹകരണ ബാങ്കിൽ കൂടി വലിയ തട്ടിപ്പ് നടക്കുന്ന സാഹചര്യമാണ്. പന്തളം സർവീസ് സഹകരണ ബാങ്കിലാണ് വലിയ തട്ടിപ്പ് ഈ സ്വർണ്ണാഭരണത്തിന്റെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുതുതായി പുറത്തു വരുന്നത്. അത് ഭരണസമിതി തന്നെ സമ്മതിക്കുന്ന ഓഡിയോ സംഭാഷണമാണ് ഇപ്പോൾ പുറത്തു വന്നത്.